നമ്മളെല്ലാവരും നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നവരല്ലേ? ശരിയാണ്. പക്ഷേ എന്താണ് ഈ നല്ല ജീവിതം എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് നമ്മൾ അളക്കുക? ഒരുപാട് പണമുണ്ടാകുന്നതാണോ? അതോ നല്ല ആരോഗ്യം വേണോ? അതോ അല്ലെങ്കിൽ സന്തോഷമാണോ പ്രധാനം? ഇന്ന് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ വളരെ രസകരമായ ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ഉദ്ധരണി നോക്കൂ. നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ ഇതിൽ തന്നെയുണ്ട്. വെറുതെ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ഒരു നല്ല ജീവിതത്തിന് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന വലിയൊരു ചോദ്യമാണിത് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ ഈ യാത്രയിൽ നമ്മൾ എന്തെല്ലാമാണ് കാണാൻ പോകുന്നതെന്ന് നോക്കിയാലോ? മെച്ചപ്പെട്ട ഒന്നിനായുള്ള മനുഷ്യന്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് നമ്മൾ തുടങ്ങും. പിന്നെ പുരോഗതി, വളർച്ച, വികസനം തുടങ്ങിയ ആശയങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ സന്തോഷം എന്ന വലിയൊരാശയത്തിൽ നമ്മൾ എത്തിച്ചേരും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മനുഷ്യരാശിയെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ചിന്ത തത്വചിന്തകളുടെ മാത്രം കുത്തകയൊന്നുമായിരുന്നില്ല കേട്ടോ. സാമ്പത്തിക വിദഗ്ധരും ഈ അന്വേഷണത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ യാത്ര എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ചിന്തയുടെ ഈയൊരു പരിണാമം നോക്കൂ. യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് എങ്ങനെ കൂടുതൽ സമ്പത്തുണ്ടാക്കാം എന്നതിലായിരുന്നു പ്രധാന ശ്രദ്ധ. മനുഷ്യൻ എപ്പോഴും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു സാമ്പത്തിക മനുഷ്യനാണെന്നായിരുന്നു അന്നത്തെ ഒരു ധാരണ. എന്നാൽ 80കളായപ്പോഴേക്കും ഈ ചിന്തകളൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വലിയ വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിർബന്ധിതരായി. ഇതിന്റെയൊക്കെ ഫലമാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പോലുള്ള പുതിയ അളവുകോലുകൾ വന്നത്. ഇനി നമുക്ക് ഈ ചർച്ചയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാക്കിലേക്ക് വരാം: പുരോഗതി. നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്, അല്ലേ? പക്ഷെ എന്താണിതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? പുരോഗതി എന്ന് പറഞ്ഞാൽ സിമ്പിളായി കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്നൊരു ഫീലാണ്. അത് ചിലപ്പോൾ വരുമാനം കൂടുന്നതുപോലെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്നൊരു അനുഭവമാകാം. അതായത് ഇതിന് അളക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായ വശങ്ങളുണ്ട്. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമായി മാറുന്നത്. സാമ്പത്തിക വിദഗ്ധർക്ക് ഈയൊരു പൊതുവായ വാക്കുകൊണ്ട് മാത്രം തൃപ്തിയായില്ല. അവർക്ക് കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി അളക്കണമായിരുന്നു. അങ്ങനെ പുരോഗതി എന്ന വാക്ക് ഒരു കുട പോലെ നിർത്തിയിട്ട് അതിന് കീഴിൽ വരുന്ന മറ്റ് 2 വാക്കുകൾക്ക്, അതായത് വളർച്ചയ്ക്കും വികസനത്തിനും, വളരെ കൃത്യമായ നിർവചനങ്ങൾ അവർ നൽകി. അങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക ചിന്തയുടെ അടുത്ത ഘട്ടത്തിലേക്കെത്തുന്നത്: പുരോഗതിയെ അളക്കാനുള്ള ശ്രമം. ഇവിടെയാണ് സാമ്പത്തിക വളർച്ച എന്ന കൃത്യമായി അക്കങ്ങൾ വെച്ച് അളക്കാൻ പറ്റുന്ന ആശയത്തിന് പ്രാധാന്യം കിട്ടുന്നത്. സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? അതിന് നമുക്ക് സംഖ്യകൾ കൊണ്ട് അളക്കാൻ കഴിയും. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയൊരു മാറ്റം തന്നെയായിരുന്നു. അതുവരെ അവ്യക്തമായിരുന്ന പുരോഗതി എന്ന ആശയത്തിന് ഒരു സംഖ്യയുടെ രൂപം കിട്ടുകയായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു രാജ്യത്ത് എത്ര ടൺ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ പുതിയ റോഡ് നിർമ്മിച്ചു, അതും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ശരാശരി വരുമാനം എത്രയാണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായി കണക്കാക്കാൻ പറ്റുമല്ലോ. ഇതാണ് സാമ്പത്തിക വളർച്ച. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നോക്കിയാലോ? ഈ 5% എന്ന സംഖ്യ ഓർമ്മ വെച്ചോളൂവേ. നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ മാസം 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ച ഒരു ഫാം ഈ മാസം 105 ലിറ്റർ ഉൽപ്പാദിപ്പിച്ചു എന്ന് കരുതുക. അപ്പൊ അവിടെ 5% വളർച്ചയുണ്ടായെന്ന് നമുക്ക് പറയാം. കണ്ടില്ലേ? ഇതേ ലോജിക്ക് തന്നെയാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് കണക്കാക്കാനും ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം. വളർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ലൊരു കാര്യമായാണ് കരുതുന്നത്. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ വളർച്ച പോസിറ്റീവുമാകാം, നെഗറ്റീവുമാകാം. ഉൽപ്പാദനം കുറഞ്ഞാൽ നമ്മൾ അതിനെ നെഗറ്റീവ് വളർച്ച എന്ന് പറയും, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമെന്നും പറയും. ഇനി നമ്മൾ എത്തുന്നത് വളരെ നിർണായകമായ ഒരു ചോദ്യത്തിലേക്കാണ്. വളർച്ചയെ അക്കങ്ങൾ വെച്ച് അളക്കാൻ തുടങ്ങിയതോടെ സാമ്പത്തിക വിദഗ്ധർ ഒരു വലിയ ചോദ്യം സ്വയം ചോദിക്കാൻ തുടങ്ങി. വെറുതെ ഉൽപ്പാദനം കൂട്ടിയാൽ മാത്രം മതിയോ? ഒരു സമ്പദ്വ്യവസ്ഥ വലുതാകുന്നത് കൊണ്ടു മാത്രം അത് മെച്ചപ്പെട്ടതാകുമോ? ഈയൊരു ചോദ്യമാണ് സാമ്പത്തിക ചിന്തയുടെ ഗതി തന്നെ മാറ്റിയത്. ഒരു രാജ്യത്തിന്റെ വരുമാനം കൂടുന്നു എന്നതിനർത്ഥം അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നു എന്നുറപ്പിക്കാൻ പറ്റുമോ? ഈ ചോദ്യമാണ് നമ്മളെ വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പണ്ട് വിചാരിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: കൂടുതൽ ഉൽപ്പാദനമുണ്ടായാൽ, കൂടുതൽ വരുമാനമുണ്ടായാൽ ജനങ്ങളുടെ ജീവിതം താനേ മെച്ചപ്പെട്ടോളും. പക്ഷെ വിദ്യാഭ്യാസം, ആരോഗ്യം, ശുദ്ധജലം
തുടങ്ങിയ ജീവിതത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് ആരും ബോധപൂർവം സംസാരിച്ചിരുന്നില്ല. സത്യത്തിൽ അവരെല്ലാവരും വളർച്ചയും വികസനവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. അപ്പം നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാലോ? സാമ്പത്തിക വളർച്ച അളവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എത്ര ഉൽപ്പാദിപ്പിച്ചു, എത്ര വരുമാനം നേടി എന്നൊക്കെ. എന്നാൽ സാമ്പത്തിക വികസനം സംസാരിക്കുന്നത് ഗുണമേന്മയെക്കുറിച്ചാണ്. അതായത് ജനങ്ങളുടെ ജീവിതം എത്രത്തോളം മെച്ചപ്പെട്ടു, അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ആയുർദൈർഘ്യം ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച്. ഇതളക്കാൻ വേണ്ടിയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക പോലുള്ള ആശയങ്ങൾ വന്നത്. അപ്പോൾ വളർച്ചയിൽ നിന്ന് നമ്മൾ വികസനത്തിലെത്തി, അളവിൽ നിന്ന് ഗുണമേന്മയിലേക്ക്. ഇനി ഈ യാത്രയുടെ ഏറ്റവും പുതിയ, ഒരുപക്ഷേ ഏറ്റവും ആഴത്തിലുള്ള ഘട്ടത്തിലേക്ക് കടക്കാം: മനുഷ്യന്റെ സന്തോഷം. ഇന്നത്തെ ചർച്ചകൾ വെറും GDP കണക്കുകൾക്കും വികസന സൂചികകൾക്കും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ജീവിതം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നമ്മൾ എല്ലാവരും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് ഒരു ഉദ്ധരണി വെച്ചായിരുന്നല്ലോ, ഓർമ്മയില്ലേ? അതിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. യഥാർത്ഥ സന്തോഷം എന്നത് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ, പരസ്പര വിശ്വാസം, നല്ല ആരോഗ്യം എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലാതെ വെറുതെ ഭൗതിക സമ്പത്തിൽ നിന്നല്ല. അപ്പോൾ ഈ യാത്രയുടെ അവസാനം നമ്മളൊരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. വളർച്ചയും വികസനവും തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു ജനതയുടെ യഥാർത്ഥ പുരോഗതി അളക്കാൻ നമ്മളൊരു രാജ്യത്തിന്റെ പുരോഗതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? മിക്കവാറും സാമ്പത്തിക വളർച്ച, അല്ലേ? പക്ഷെ ഒരു ചോദ്യമുണ്ട്: ഈ പറയുന്ന വളർച്ചയും വികസനവും ഒന്നു തന്നെയാണോ? ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു രാജ്യം കൂടുതൽ പണമുള്ളതായി മാറുമ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം അത് ഓട്ടോമാറ്റിക്കായിട്ട് മെച്ചപ്പെടുമോ? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അതേന്ന് തോന്നാമല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്കൊരു ചെറിയ യാത്ര പോകാം. ആദ്യം നമ്മൾ എന്താണ് ഈ വളർച്ച എന്നതിനെക്കുറിച്ചുള്ള പഴയ ധാരണ എന്ന് നോക്കും. പിന്നെ അതിലെന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് പുരോഗതിയെ നമ്മളൊന്ന് പുനർനിർവചിക്കും. അവസാനം ഇതെല്ലാം അളക്കാനായിട്ട് HDI എന്നൊരു പുതിയ ടൂൾ അതും നമ്മൾ പരിചയപ്പെടും. ഒരുപാട് കാലം, പതിറ്റാണ്ടുകളോളം എന്നു തന്നെ പറയാം, ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കാൻ ലോകമാകെ ആശ്രയിച്ചത് ഒരൊറ്റ കാര്യത്തെയായിരുന്നു. ഒരൊറ്റ നമ്പർ: സാമ്പത്തിക വളർച്ച. അതായിരുന്നു എല്ലാം. അന്നത്തെ ഒരു ചിന്ത വളരെ സിമ്പിളായിരുന്നു. ഒരു രാജ്യത്തിന്റെ വരുമാനം കൂടുകയാണെങ്കിൽ ആ പണം പതിയെ താഴോട്ട് അരിച്ചിറങ്ങി സമൂഹത്തിലെ എല്ലാവരിലേക്കും എത്തും. അവരുടെ ജീവിതം മെച്ചപ്പെടും. അതായത് നിങ്ങൾ വളർച്ചയിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയൊക്കെ തനിയെ നടന്നോളും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അന്ന്. പക്ഷേ പതിയെ പതിയെ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ അത്ര ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ വന്നു തുടങ്ങി. കാരണം കണക്കുകൾ ഒരു ഗംഭീര കഥ പറയും, പക്ഷെ ആളുകളുടെ ജീവിതം നോക്കുമ്പോഴോ അത് വേറൊരു കഥയായിരിക്കും പറയുന്നത്. അങ്ങനെ ഒരവസ്ഥ വന്നു. ഇത് ശരിക്കും ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത് 1960കളിലാണ്. എക്കണോമിസ്റ്റുകൾ ഈ ഒരു വിചിത്രമായ ട്രെൻഡ് കണ്ടുപിടിച്ചു. ഈ കണ്ടെത്തലാണ് വികസനമെന്ന വാക്കിന് എന്താണ് ശരിക്കുമുള്ള അർത്ഥം എന്ന് വീണ്ടും ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ആ ചിന്തകൾ അതിൻ്റെയൊക്കെ അവസാനമാണ് 1990ൽ പുരോഗതി അളക്കാൻ ശരിക്കും വിപ്ലവകരമായൊരു പുതിയ വഴി തുറന്നത്. അപ്പോൾ എന്തായിരുന്നു ശരിക്കുള്ള പ്രശ്നം? പല രാജ്യങ്ങളുടെയും എക്കോണമി ഭയങ്കര സ്പീഡിൽ വളരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം അത് ആ വളർച്ചയുടെ ഒപ്പം എത്തുന്നില്ല. ഇതാണ് എക്കോണമിസ്റ്റുകളെ കുഴപ്പിച്ച വലിയ ചോദ്യം. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ. അവിടെ ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല സാമ്പത്തിക വളർച്ചയുമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം, ആരോഗ്യം ഈ മേഖലകളുടെ വികസനം നോക്കുമ്പോൾ അത് ആ വരുമാനത്തിന് ഒപ്പം എത്തുന്നില്ല. ഈയൊരു തിരിച്ചറിവാണ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ പഠനശാഖയ്ക്ക് തന്നെ തുടക്കമിട്ടത്. അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നപ്പോൾ എക്കണോമിസ്റ്റുകൾക്ക് പുരോഗതി എന്ന ഐഡിയയെ തന്നെ ഒന്നുകൂടി നിർവചിക്കേണ്ടി വന്നു. ഒരു രാജ്യം വികസിച്ചു എന്ന് നമ്മൾ പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? ശരി, അപ്പോൾ ഇതാണ് വളർച്ചയും വികസനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ അത് വെറും ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ്. അതായത് വരുമാനം എത്ര കൂടി, ഉൽപ്പാദനം എത്ര കൂടി, അങ്ങനെയുള്ള കണക്കുകൾ മാത്രം. പക്ഷേ സാമ്പത്തിക വികസനം അങ്ങനെയല്ല. അത് ക്വാണ്ടിറ്റിയുടെ കൂടെ ക്വാളിറ്റിയും കൂടെ നോക്കും. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ശരിക്കും മെച്ചപ്പെട്ടോ? അതാണ് ചോദ്യം. അപ്പം നമ്മൾ ഈ പറയുന്ന ജീവിത നിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അതെന്താണ്? അത് വെറുമൊരു വാക്കല്ല. അതിൽ പല കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് ആവശ്യത്തിന് പോഷകാഹാരം കിട്ടുന്നുണ്ടോ?
നല്ല ആശുപത്രികളും ആരോഗ്യ സൗകര്യങ്ങളുമുണ്ടോ? നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചേർന്നതാണ് ഈ ജീവിത നിലവാരം. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ബന്ധമൊന്ന് നോക്കാം. ഒരു കാര്യം വ്യക്തമാണ്, വികസനം നടക്കണമെങ്കിൽ ആദ്യം വളർച്ച വേണം. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഈ മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ പണം വേണ്ടേ? ഈ പണം വരുന്നത് സാമ്പത്തിക വളർച്ചയിൽ നിന്നാണ്. പക്ഷേ ഈ ബന്ധം ഒരു വൺ വേ ട്രാഫിക് അല്ല. അതാണിതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഒരു രാജ്യം അതിന്റെ ജനങ്ങളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും പണം മുടക്കുമ്പോൾ ആ ആളുകൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ വീണ്ടും കൂട്ടുന്നു. കണ്ടോ, ഇതൊരു സൈക്കിൾ പോലെയാണ്. വളർച്ച വികസനത്തിന് സഹായിക്കുന്നു, വികസനം തിരിച്ച് വളർച്ചയെയും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അത് ജീവിത നിലവാരമാണ് എന്ന് നമ്മൾ സമ്മതിച്ചു. പക്ഷേ അപ്പോൾ അടുത്തൊരു വലിയ ചോദ്യം വരുന്നുണ്ട്. പണം നമുക്ക് എളുപ്പത്തിൽ എണ്ണാം, പക്ഷേ ഈ പറയുന്ന ജീവിത നിലവാരം അതിന് നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് അളക്കും? അതൊരു പ്രശ്നമല്ലേ? എക്സ്പേർട്സിന് മുന്നിൽ രണ്ട് വലിയ വെല്ലുവിളികളാണുണ്ടായിരുന്നത്. ഒന്നാമത്തേത്, ഈ വികസനം എന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, അതിലൊരു തീരുമാനത്തിലെത്തണം. രണ്ടാമത്തേത്, ഓക്കെ, കാര്യങ്ങൾ തീരുമാനിച്ചാൽ തന്നെ ഈ പറയുന്ന ക്ഷേമം അല്ലെങ്കിൽ സാക്ഷരത, ഇതിനൊക്കെ എങ്ങനെ നമ്മളൊരു നമ്പർ കൊടുക്കും? ഇതൊരു വലിയ തലവേദന തന്നെയായിരുന്നു ശരിക്കും. എന്നാൽ ഈ വലിയൊരു വെല്ലുവിളിക്ക് ഒരു പരിഹാരം കണ്ടെത്തി. അത് വെറുമൊരു പരിഹാരമായിരുന്നില്ല, ലോകത്തെ രാജ്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അത്. 1990-ൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് UNDP, അവരുടെ ആദ്യത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതൊരു ചരിത്രപരമായ നിമിഷം തന്നെയായിരുന്നു. ഈയൊരു വിപ്ലവകരമായ ഇൻഡെക്സ് വികസിപ്പിച്ചെടുത്തത് പാകിസ്ഥാനി എക്കണോമിസ്റ്റായ മഹബൂബുൽ ഹക്കിന്റെയും ഇംഗ കൗളിന്റെയുമൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരുന്നു. അവരുണ്ടാക്കിയ ഈ പുതിയ സൂചിക, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI, 3 അടിസ്ഥാന കാര്യങ്ങളെയാണ് നോക്കുന്നത്: ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ ജീവിത നിലവാരം. അതോടെ ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ വരുമാനമെന്ന ഒറ്റക്കണ്ണിലൂടെ നോക്കുന്നത് നിർത്തി ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പരിഗണിക്കാൻ തുടങ്ങി. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഓരോ രാജ്യത്തിന്റെയും ഈ 3 മേഖലകളിലുമുള്ള പ്രകടനം വെച്ച് 0-നും 1-നും ഇടയിലുള്ള ഒരൊറ്റ സ്കോർ കൊടുക്കും. അപ്പോൾ നമുക്ക് ലോകത്തുള്ള ഏത് രാജ്യത്തെയും തമ്മിൽ എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം. വെറും സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾക്കപ്പുറം ഒരു രാജ്യത്തിന്റെ ശരിക്കുള്ളൊരു ചിത്രം കിട്ടാൻ ഇത് ഒരുപാട് സഹായിച്ചു. അപ്പോൾ വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി അറിയാം. വളർച്ച തീർച്ചയായും വേണം, പക്ഷെ ശരിയായ പോളിസികളില്ലെങ്കിൽ അത് തനിയെ വികസനമായി മാറില്ല. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട്. രാജ്യങ്ങളുണ്ടാക്കുന്ന സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം സമൂഹത്തിലെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നും അത് യഥാർത്ഥ വികസനത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നും നമുക്കെങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? ഒരു രാജ്യത്തിന്റെ വിജയം അതെങ്ങനെ നമ്മൾ അളക്കുക? വെറുതെ കുറേ പണമുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? പോരല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിനും അപ്പുറം ഒരു രാജ്യത്തിന്റെ ശരിക്കുള്ള പുരോഗതി എങ്ങനെയാണ് അളക്കുന്നതെന്നാണ്. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒരു രാജ്യത്തെ ആളുകൾക്ക് നല്ല ജീവിതമുണ്ടോന്നറിയാൻ അവരുടെ ബാങ്ക് ബാലൻസ് മാത്രം നോക്കിയാൽ മതിയോ? തീർച്ചയായും പോരാ. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. ഈ വലിയ ചോദ്യത്തിന് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് UNDP, ഒരു ഉത്തരം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് മാനവ വികസന സൂചിക, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പോൾ എന്താണ് ഈ HDI? ഇത് വെറുമൊരു റാങ്കിംഗ് സിസ്റ്റമാണെന്ന് കരുതരുത്. അല്ല, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, പിന്നെ ആളോഹരി വരുമാനം, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ചേർത്തുവെച്ച് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം അളക്കാനുള്ള ഒരു സയന്റിഫിക് ടൂളാണത്. ശരി, ഈ HDI സ്കോർ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് പിന്നിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. കണ്ടില്ലേ, ഇവയാണ് ആ 3 തൂണുകൾ. ഒന്നാമത്തേത് ആരോഗ്യം, രണ്ടാമത്തേത് അറിവ്, പിന്നെ മാന്യമായ ഒരു ജീവിത നിലവാരം. ഇതിൽ ഓരോന്നിനെയും അളക്കാൻ വളരെ കൃത്യമായ ചില അളവുകോലുകളുമുണ്ട്. ആദ്യത്തേത് ആരോഗ്യമാണ്. അത് അളക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ രാജ്യത്ത് ശരാശരി എത്ര കാലം ജീവിക്കും എന്ന് നോക്കിയാണ്, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി. ഇതിന്റെ സ്കെയിൽ രസകരമാണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 20 വയസ്സും ഏറ്റവും കൂടിയത് 83.57 വയസ്സുമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് വിദ്യാഭ്യാസം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ജീവിക്കുന്ന മുതിർന്നവർ ശരാശരി എത്ര വർഷം സ്കൂളിൽ പോയിട്ടുണ്ട് എന്നത്. 2, ഇന്നത്തെ ഒരു കുട്ടിക്ക് ശരാശരി എത്ര വർഷം വിദ്യാഭ്യാസം കിട്ടാൻ സാധ്യതയുണ്ട് എന്നത്.
ഈ രണ്ട് കാര്യങ്ങളും ഒരുമിപ്പിച്ചാണ് വിദ്യാഭ്യാസത്തിന്റെ സ്കോർ തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ തൂണെന്ന് പറയുന്നത് ജീവിത നിലവാരമാണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ കേൾക്കുന്ന GDP അല്ല, പകരം GNI, അതായത് ഗ്രോസ് നാഷണൽ ഇൻകമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രാധാന്യം കുറഞ്ഞു വരും എന്നുള്ളതുകൊണ്ട് അവർ ലോഗരിതം എന്നൊരു ഗണിതശാസ്ത്ര രീതിയും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 തൂണുകളും എങ്ങനെയാണ് ഒരുമിപ്പിച്ച് ഓരോ രാജ്യത്തിനും ഒരു സ്കോറും അതിലൂടെ ഒരു റാങ്കും നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന പോലെ UNDP എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ HDI സ്കോർ അനുസരിച്ച് ഒരു റാങ്കിംഗ് കൊടുക്കും. 0നും 1നും ഇടയിലായിരിക്കും ഈ സ്കോർ. ഈ സ്കോർ വെച്ചിട്ട് രാജ്യങ്ങളെ ഉയർന്ന, ഇടത്തരം, താഴ്ന്ന വികസനമുള്ള രാജ്യങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുകയും ചെയ്യും. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ 1990കൾ മുതൽ ലോകബാങ്ക് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ ഓരോ രാജ്യത്തിനും വികസനത്തിനു വേണ്ടിയുള്ള പണം കൊടുക്കുന്നത് പോലും ഈ HDI റാങ്കിംഗ് നോക്കിയിട്ടാണ്. അതോടെ ലോകം മുഴുവൻ ഈ സൂചികകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ കേട്ടിട്ട് ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റമാണെന്ന് തോന്നുന്നില്ലേ? പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഇത്രയും കൃത്യമായി തോന്നുന്ന ഈ സിസ്റ്റം കഥ മുഴുവനും പറയുന്നുണ്ടോ? അതോ ഇതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഇപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാചകം കണ്ടോ? ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണിത്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ ഒരു പഠനം പറയുന്നതെന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യം ബംഗ്ലാദേശാണത്രേ. അമേരിക്കയും നോർവേയും സ്വീഡനുമൊക്കെ ഏറ്റവും പിന്നിലും. പക്ഷേ ഒരു ട്വിസ്റ്റുണ്ട്. ഇത് ശരിക്കും നടന്നൊരു പഠനമല്ല, മറിച്ച് ഇന്റലക്ച്വൽ സറ്റയർ ആയിരുന്നു. അതായത് HDIക്ക് ചില പരിമിതികളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു ആക്ഷേപഹാസ്യം. അതെങ്ങനെയാണ് ഇങ്ങനെയൊരു തലതിരിഞ്ഞ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? വളരെ എളുപ്പമാണ്. നമ്മൾ വികസനം എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥമൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ തന്നെ ഈ റാങ്കിംഗ് മൊത്തത്തിൽ തലകീഴായി മറിയും. ഒരു ഉദാഹരണം പറയാം. വികസനം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്ന് വയ്ക്കുക. മനസ്സമാധാനം എങ്ങനെ അളക്കും? ഒരു വർഷം ഒരു രാജ്യത്ത് എത്ര പൂട്ടുകൾ വിറ്റുപോകുന്നു നോക്കിയാൽ മതി. കാരണം കള്ളന്മാരെ പേടിയില്ലാത്ത സ്ഥലത്ത് ആളുകൾ പൂട്ടുകൾ വാങ്ങില്ലല്ലോ. അപ്പോൾ ഏറ്റവും കുറവ് പൂട്ടുകൾ വിൽക്കുന്ന രാജ്യം ഏറ്റവും മനസ്സമാധാനമുള്ള, അതായത് ഏറ്റവും വികസിത രാജ്യമായി മാറും. കണ്ടില്ലേ? ഐഡിയ മാറിയപ്പോൾ കാര്യങ്ങൾ മൊത്തം മാറി. അപ്പോൾ വിമർശകർ പറയുന്നതിതാണ്, വെറും 3 കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യജീവിതത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട വശങ്ങൾ ഈ HDI ഇൻഡെക്സ് കാണാതെ പോകുന്നുണ്ടെന്ന്. ഉദാഹരണത്തിന്, ഒരു നാടിന്റെ സംസ്കാരം, അവിടുത്തെ പരിസ്ഥിതി എത്രത്തോളം ശുദ്ധമാണ്, നിയമവാഴ്ചയുണ്ടോ, അവിടുത്തെ ആളുകളുടെ ധാർമ്മിക ബോധം, പിന്നെ ഏറ്റവും പ്രധാനം സന്തോഷത്തെക്കുറിച്ച് ഓരോ ജനതയ്ക്കുമുള്ള സ്വന്തം കാഴ്ചപ്പാടുകൾ, ഇതൊന്നും HDI കണക്കിലെടുക്കുന്നേയില്ല. ഇത് നമ്മളെ ഏറ്റവും ആഴത്തിലുള്ളൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഉയർന്ന വികസന സ്കോറും ഒരു മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ HDI റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും കുറ്റകൃത്യങ്ങളും അഴിമതിയും ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ചയുമൊക്കെ വലിയ പ്രശ്നങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വികസനം എന്ന വാക്കിന് ശരിക്കും എന്താണ് അർത്ഥം? ഈ ഉദ്ധരണി ഇതിന്റെ കാതൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ ഈ വികസനമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് യഥാർത്ഥ സന്തോഷവും മനസ്സമാധാനവും നൽകുന്നതിൽ ഒരുപക്ഷേ പരാജയപ്പെടുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അവസാനത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വികസനം വികസിത ലോകത്തിന് സന്തോഷം നൽകാത്തത്? യഥാർത്ഥ പുരോഗതി എന്താണ് എന്നതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ ഒരു ചോദ്യം മാത്രം മതി. നമസ്കാരം. ശരിക്കും എന്താണൊരു രാജ്യത്തെ സന്തോഷിപ്പിക്കുന്നത്? നല്ല സാമ്പത്തിക ഭദ്രതയാണോ, അതോ നല്ല കാലാവസ്ഥയാണോ? ഇന്ന് നമ്മൾ 2020 ലോക സന്തോഷ റിപ്പോർട്ട് ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. ഇതിലെ ചില കണ്ടെത്തലുകൾ ഒരുപക്ഷേ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. നമുക്ക് ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. 144. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ നമ്പറായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഖ്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേ 153 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 144ആണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് സന്തോഷത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയധികം പിന്നോട്ടു പോയത്? ശരി, നമുക്കതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഇന്ത്യയുടെ ഈ റാങ്കിനെ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഗ്ലോബൽ സ്കോർ കാർഡ് ഒന്ന് നോക്കാം. അതായത് ലോകത്ത് മൊത്തത്തിൽ സന്തോഷം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആരാണ് ഏറ്റവും മുകളിൽ, ആരാണ് ഏറ്റവും താഴെ? നോക്കൂ, തുടർച്ചയായി 3ാമത്തെ വർഷവും ഫിൻലൻഡാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. ഈ ടോപ്പ് 10 ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ് മിക്കതും നോർഡിക് രാജ്യങ്ങളാണ്. ഇതിന് പിന്നിലൊരു പ്രത്യേക കാരണമുണ്ട്. അത് നമ്മൾ വഴിയെ ചർച്ച ചെയ്യും. ഇനി നമുക്ക് ഈ പട്ടികയുടെ നേരെ മറ്റേ അറ്റത്തേക്കൊന്ന് പോകാം.
ഇവിടെയാണ് സന്തോഷത്തിലെ ഏറ്റവും വലിയ അന്തരം നമുക്ക് കാണാൻ കഴിയുന്നത്. സിംബാബ്വെ, സൗത്ത് സുഡാൻ, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളുടെയെല്ലാം അവസ്ഥ നോക്കൂ. നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങളും കൊടിയ ദാരിദ്ര്യവും ഒരു ജനതയുടെ സന്തോഷത്തെ എങ്ങനെയാണ് കാർന്നുതിന്നുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ശരി, ഈയൊരു ആഗോള പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മുടെ റാങ്ക് ഇത്രയധികം താഴേക്ക് പോയത്? ഇതൊരു പുതിയ കാര്യമല്ല, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയുടെ റാങ്കിൽ വ്യക്തമായൊരു ഇടിവാണ് നമ്മൾ കാണുന്നത്. 2013 111 സ്ഥാനത്ത് നിന്നും തുടങ്ങിയ യാത്ര 2020 എത്തുമ്പോഴേക്കും 144 എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ അയൽരാജ്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്താൽ ഈ ചിത്രം കൂടുതൽ ഗൗരവമുള്ളതാകും. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് പോലുള്ള നമ്മുടെ അയൽക്കാരെല്ലാം സന്തോഷ സൂചികയിൽ ഇന്ത്യയേക്കാൾ എത്രയോ മുന്നിലാണ്. അയൽ രാജ്യങ്ങൾ മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടത്തിലും ഇന്ത്യ ഏറ്റവും പിന്നിലാണ്. ബ്രസീല്, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവരെല്ലാം നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. അപ്പോൾ വീണ്ടും ആ ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഈ റിപ്പോർട്ട് രാജ്യങ്ങളെ മാത്രം റാങ്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നതിനും സന്തോഷത്തിൽ ഒരു പങ്കുണ്ട്. നഗരങ്ങളിലാണോ ഗ്രാമങ്ങളിലാണോ ആളുകൾക്ക് കൂടുതൽ സന്തോഷം? റിപ്പോർട്ട് അതിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഇന്ത്യയെപ്പോലുള്ള കുറഞ്ഞ വരുമാനമുള്ള രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കാരണം നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് പൊതുവെ സന്തോഷം കൂടുതലാണ്. പക്ഷേ ഫിൻലൻഡ് പോലുള്ള സമ്പന്ന രാജ്യങ്ങളിൽ ഇത് നേരെ തിരിച്ചാണ്. അവിടെ ഗ്രാമങ്ങളിലെ ശാന്തമായ ജീവിതമാണ് ആളുകൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത്. ഈ റിപ്പോർട്ടിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ചരിത്രത്തിലാദ്യമായി നഗരങ്ങളെയും സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തു എന്നതാണ്. അപ്പോ ആരായിരിക്കും ഒന്നാമത്? പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കി തന്നെ. ഇത് വെറുമൊരു യാദൃച്ഛികമല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആ വലിയ ചോദ്യത്തിലേക്ക് എത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ സന്തോഷിപ്പിക്കുന്നത്? പണമോ, സ്ഥാനമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാന്ത്രിക ചേരുവകളുണ്ടോ? ഡേറ്റ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിൻലാൻഡിന്റെ വിജയരഹസ്യമെന്ന് പറയുന്നത് വ്യക്തിപരമായ സന്തോഷം മാത്രമല്ല. അതിലുപരി നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യപരിപാലനവും സുരക്ഷയും സർക്കാർ ഉറപ്പ് നൽകുമ്പോൾ, സമൂഹത്തിൽ വലിയ അസമത്വം ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സന്തോഷവും ഒരു സുരക്ഷിതത്വ ബോധവും തോന്നും. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ ഒരു ഞെട്ടിക്കുന്ന പ്രവചനമുണ്ടായിരുന്നു. ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആളുകളുടെ സന്തോഷം കൂടുമത്രേ. അപ്പോൾ കാര്യങ്ങളുടെ എല്ലാം കാതലിതാണ്. റിപ്പോർട്ടിന്റെ ഒരു എഡിറ്റർ പറയുന്നതുപോലെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നലും നമ്മുടെ ചുറ്റുമുള്ളവരെയും രാജ്യത്തെ സ്ഥാപനങ്ങളെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന ഉറപ്പുമാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ജെഫ്രി സാക്സ് ഈ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. നല്ല സാമൂഹിക പിന്തുണ, പരസ്പര വിശ്വാസം, സത്യസന്ധമായൊരു സർക്കാർ, സുരക്ഷിതമായൊരു ചുറ്റുപാട്, പിന്നെ ആരോഗ്യകരമായ ജീവിതം, ഇവയെല്ലാമാണ് സന്തോഷമുള്ളൊരു സമൂഹത്തിന്റെ അടിത്തറ. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ സന്തോഷമെന്നത് ലോട്ടറി അടിക്കുന്നതുപോലെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒന്നല്ല. അത് നമ്മളും നമുക്ക് ചുറ്റുമുള്ള സമൂഹവും ഒരുമിച്ച് ചേർന്ന് കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. ഈ റിപ്പോർട്ട് അവസാനം നമ്മളോടും ചോദിക്കുന്നത് അതുതന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ പരസ്പര വിശ്വാസം വളർത്താനും ആ ഒരുമയുടെ ബോധം ശക്തിപ്പെടുത്താനും ഒരു വ്യക്തിയെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തു ചെയ്യാൻ കഴിയും? പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റുമോ? എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു ചോദ്യമാണല്ലേ ഇത്. പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ ചോദ്യം വളരെ ഗൗരവമായിട്ടെടുത്തിരിക്കുകയാണ്. അതായത്, പുരോഗതി എന്ന് പറഞ്ഞാൽ വെറും സാമ്പത്തിക വളർച്ച മാത്രം മതിയോ, അതോ ജനങ്ങളുടെ സന്തോഷം കൂടി നോക്കണ്ടേ? ഈ ഒരു വലിയ ചിന്താമാറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമ്മളിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം, എന്തുകൊണ്ടാണ് ഇത്രയേറെ പുരോഗതിയുണ്ടായിട്ടും നമുക്കാർക്കും ഒരു തൃപ്തിയില്ലാത്തത്? പിന്നെ എന്താണ് ഈ സന്തോഷമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ? അത് കഴിഞ്ഞ് ലോകമെങ്ങനെയാണ് ഇതിനെ ഒരു വലിയ ലക്ഷ്യമായി കണ്ടു തുടങ്ങിയതെന്നും നമ്മുടെ ഭൂമിയുടെ ഭാവിയുമായി ഇതിനെന്താണ് ബന്ധമെന്നും നമ്മൾ നോക്കും. അവസാനം, ഒരു നല്ല ജീവിതം എന്നതിനെക്കുറിച്ച് നമുക്കെങ്ങനെ പുതിയ രീതിയിൽ ചിന്തിക്കാമെന്നും കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, പുരോഗതിയിലെ വിരോധാഭാസം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത കാലഘട്ടം തന്നെയാണ്, അല്ലേ? ഒരു വശത്ത് നോക്കിയാൽ ടെക്നോളജിയിലും സമ്പത്തിലുമൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ അതേസമയം തന്നെ വിഷാദം, അസമത്വം, പിന്നെ നമ്മുടെ പ്രകൃതിയുടെ നാശം, ഇതൊക്കെ കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ് ഈയൊരു വൈരുദ്ധ്യം? നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്ന് ഒരുപക്ഷേ ഇതായിരിക്കും. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ചൊവ്വയിലേക്ക് വരെ റോക്കറ്റ് അയക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്.
അതേസമയം ഇവിടെ നമ്മുടെ ഭൂമിയിൽ 100 കോടിയിലധികം ആളുകൾക്ക് ഒരു നേരം വയറ് നിറയെ കഴിക്കാൻ പോലുമില്ല. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് സംഭവിക്കുന്നത്? ഈ വൈരുദ്ധ്യങ്ങളുടെ പട്ടിക അവിടം കൊണ്ടൊന്ന് തീരുന്നില്ല കേട്ടോ. നമ്മുടെ സാമ്പത്തിക ഉൽപ്പാദനം കൂടുന്നു, പക്ഷേ അതിനനുസരിച്ച് പരിസ്ഥിതി നശിക്കുന്നു. നമ്മുടെ കയ്യിൽ കൂടുതൽ പണം വരുന്നു, ശരിയാണ്, പക്ഷേ കൂടെ അമിതവണ്ണം, പ്രമേഹം, വിഷാദം പോലുള്ള പുതിയ പുതിയ പ്രതിസന്ധികളും വരുന്നു. അപ്പോൾ നമ്മൾ പുരോഗതിക്ക് കൊടുക്കുന്ന വിലയാണോ ഇതെല്ലാം? ഈ സമ്പത്തും സന്തോഷവും തമ്മിലുള്ള ബന്ധമില്ലായ്മ ഏറ്റവും വ്യക്തമായി കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് അമേരിക്ക. നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ എടുത്തു നോക്കാം. ഈ കണക്കൊന്ന് നോക്കൂ. ഇത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കഴിഞ്ഞ 50 വർഷം കൊണ്ട് അമേരിക്കയിലെ സാധാരണക്കാരുടെ വരുമാനം അത് കുത്തനെ കൂടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിത സംതൃപ്തിയുടെ ഗ്രാഫ് നോക്കിയാലോ, അത് ഏകദേശം ഒരു മാറ്റവുമില്ലാതെ നേർരേഖയിലിങ്ങനെ കിടക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഇതിനൊരു പേര് തന്നെയുണ്ട്, ഈസ്റ്റർലം പാരഡോക്സ് എന്ന്. സിമ്പിളായി പറഞ്ഞാൽ, കയ്യിൽ കൂടുതൽ പണം വന്നിട്ടും അവർ കൂടുതൽ സന്തോഷമുള്ളവരായി മാറിയില്ല. എന്തൊരു വിചിത്രമായൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും കാരണം? പണം മാത്രമല്ല ജീവിതത്തിൽ പ്രധാനമെന്ന് വ്യക്തമാണല്ലോ. അമേരിക്കൻ സമൂഹത്തിൽ ഇപ്പോൾ അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം ഭയങ്കരമായി കൂടി. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്തൊരവസ്ഥ. എന്തിന്? സ്വന്തം ഗവൺമെന്റിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സന്തോഷം എങ്ങനെയാണുണ്ടാവുന്നത്? ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. നമ്മൾ ഇത്രയും നേരം സന്തോഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ സന്തോഷം? ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടുന്നതാണോ, അതോ നമ്മുടെ ജീവിതം മൊത്തത്തിൽ നല്ലതാണെന്ന് തോന്നുന്നതാണോ? ഇത് രണ്ടും ഒന്നല്ല. നമുക്കതൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. സന്തോഷത്തിന് 2 തലങ്ങളുണ്ട് എന്ന് പറയാം. ഒന്ന്, ആ നിമിഷത്തിൽ തോന്നുന്ന ഒരു ഫീലിംഗ്. നിങ്ങൾ ഇന്നലെ സന്തോഷത്തിലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു നല്ല സിനിമ കണ്ടതുകൊണ്ട് ആയിരുന്നു എന്ന് നമ്മൾ പറയും, അല്ലേ? പക്ഷെ രണ്ടാമത്തെ തലം അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള വിലയിരുത്തലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തനാണോ എന്ന ചോദ്യം. അത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ്. രാജ്യങ്ങളുടെ നയങ്ങളുണ്ടാക്കുമ്പോൾ ഈ രണ്ടാമത്തെ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ രണ്ടാമത്തെ തരം സന്തോഷത്തെയാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പോലുള്ള വലിയ പഠനങ്ങൾ സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് വിളിക്കുന്നത്. അതായത്, ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിൻ്റെ അളവ്. ഇത് വെറും ഒരു ദിവസത്തെ മൂഡിനെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിലെ മൊത്തത്തിലുള്ള സംതൃപ്തിയെക്കുറിച്ചാണ്. കാരണം അതാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ക്ഷേമം കാണിക്കുന്നത്. ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് ഇത്ര നിർണായകമാകുന്നത് എന്നറിയാമോ? ഒരു ഉദാഹരണം പറയാം. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കൂട്ടുകാരുമായി സംസാരിച്ച് ഒരു നിമിഷത്തേക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തെക്കുറിച്ച് മൊത്തത്തിൽ ചോദിച്ചാലോ, അവർ ഒട്ടും സംതൃപ്തരായിരിക്കില്ല. ഈ ആഴത്തിലുള്ള അസംതൃപ്തി തിരിച്ചറിഞ്ഞാൽ മാത്രമേ സർക്കാരുകൾക്ക് ശരിയായ രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയൂ. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ഭാഗം. ഈ സന്തോഷത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും വെറും അക്കാഡമിക് തലത്തിൽ ഒതുങ്ങി നിന്നില്ല. പതിയെ പതിയെ ലോകം തന്നെ ഇതൊരു പ്രധാന ലക്ഷ്യമായി ഏറ്റെടുക്കാൻ തുടങ്ങി. അതെപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈയൊരാശയം എങ്ങനെയാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒന്നായി മാറിയത്? അതിന്റെ തുടക്കം 2011-ലാണ്. ഐക്യരാഷ്ട്രസഭ ഒരു ചരിത്രപരമായ പ്രമേയം പാസാക്കി രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളുടെ സന്തോഷം അളക്കണം, എന്നിട്ട് അതനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കണം. ഇതിന് മുൻകൈയെടുത്തത് ആരാണെന്നറിയാമോ? ഭൂട്ടാൻ എന്ന കൊച്ചു രാജ്യം. തൊട്ടടുത്ത വർഷം 2012 ഇതേ വിഷയത്തിൽ ആദ്യത്തെ ഉന്നതതല യോഗം നടന്നു. അതേ വർഷം തന്നെ ലോകത്തെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടും വന്നു. അതോടെ കാര്യങ്ങളാകെ മാറി. ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് കടക്കാം. മനുഷ്യന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ? നമ്മളെല്ലാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ കാര്യം ആര് നോക്കും? സത്യത്തിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ ഭൂമിയുടെ ആരോഗ്യവും തമ്മിൽ പിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഈ കാലഘട്ടത്തിന് ശാസ്ത്രജ്ഞരൊരു പേരിട്ടിട്ടുണ്ട്, ആന്ത്രോപോസീൻ. അതിന്റെ അർത്ഥം മനുഷ്യന്റെ യുഗം എന്നാണ്. അതായത്, ഇന്ന് നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെയും പ്രകൃതിയെയും നിയന്ത്രിക്കുന്നത് കാറ്റോ മഴയോ ഒന്നുമല്ല, നമ്മൾ മനുഷ്യരാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക വളർച്ചയുടെ പാതയുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ്. നമ്മൾ നമ്മുടെ ഈ ഗ്രഹത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ശുദ്ധജലം, നല്ല ഭക്ഷണം, സുരക്ഷിതമായ ഒരു കാലാവസ്ഥ, നമ്മുടെ നിലനിൽപ്പിനു വേണ്ടതെല്ലാം ഇന്ന് വലിയ ഭീഷണിയിലാണ്. അപ്പോൾ പിന്നെ എന്താണൊരു പരിഹാരം? അതിനെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇത് 3 കാര്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു: മനുഷ്യന്റെ ക്ഷേമം, സാമൂഹിക നീതി, പിന്നെ പരിസ്ഥിതിയുടെ സംരക്ഷണം. ഇതിൽ ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ ബലി കൊടുക്കാൻ പറ്റില്ല. 3ഉം ഒരുമിച്ച് മുന്നോട്ടു പോകണം.
അപ്പോ നമ്മൾ ആദ്യം സംസാരിച്ച സന്തോഷവും ഈ സുസ്ഥിര വികസനവും ഇവിടെ വെച്ചാണ് ഒന്നിക്കുന്നത്. ഈയൊരു വാചകം അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. സന്തോഷത്തിനു വേണ്ടിയുള്ള നമ്മുടെ യാത്ര സുസ്ഥിര വികസനത്തിനു വേണ്ടിയുള്ള യാത്രയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ലളിതമാണ് കാര്യം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ സന്തോഷം നേടാനാവില്ല. ഇനി നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക്. ഈ വലിയ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ പുതിയ ടെക്നോളജിയോ നിയമങ്ങളോ മാത്രം മതിയാവില്ല. നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ തന്നെ ഒരു മാറ്റം വേണം. എന്താണൊരു നല്ല ജീവിതം എന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട സമയമായി. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അരിസ്റ്റോട്ടലിനെയും ബുദ്ധനെയും പോലുള്ള വലിയ ചിന്തകർ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. അപ്പോൾ ഈ ചർച്ചയുടെ എല്ലാം കാതലായ ആശയം ഇതാണ്. നമ്മുടെ സമ്പദ്വ്യവസ്ഥ എന്നത് നമ്മൾ ആരാധിക്കേണ്ട ഒന്നല്ല, മറിച്ച് അതൊരു ഉപകരണം മാത്രമാണ്. എന്തിനുള്ള ഉപകരണം? ആളുകളുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാനും സമൂഹത്തിൽ നീതി ഉറപ്പാക്കാനും യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ സഹായിക്കാനും. ലക്ഷ്യം അതായിരിക്കണം, അല്ലാതെ വെറും പണമല്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു വലിയ ചോദ്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സാമ്പത്തിക വളർച്ചയല്ലെങ്കിൽ പിന്നെന്താണ്? നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്നതാണോ? നമ്മുടെ പ്രായമായവർക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ടോ എന്നതാണോ? നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നതാണോ? എന്തായിരിക്കണം ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ പ്രോഗ്രസ് റിപ്പോർട്ട്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചാണ്. നമസ്കാരം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് GDP, അല്ലേ? ഒരു രാജ്യത്തിന്റെ വളർച്ച അളക്കാനുള്ള ഒരു മാർഗം. പക്ഷേ അതിനുമപ്പുറം മനുഷ്യരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് വളരെ ലളിതമായ പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണീ പുരോഗതിയെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ മുഴുവൻ ചർച്ചയുടെയും അടിസ്ഥാനം. അപ്പോ നമ്മൾ ഈ യാത്രയിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആദ്യം തന്നെ ഈ പുരോഗതിയും സന്തോഷവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കും. പിന്നെ ഒരു കുഞ്ഞു രാജ്യം എങ്ങനെയാണ് വികസനത്തെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ചതെന്ന് കാണാം. അവരുടെ GNH എന്ന ആശയത്തിന്റെ 4 തൂണുകൾ എന്തൊക്കെയാണെന്നും അത് ലോകത്തിലെ മറ്റ് ആശയങ്ങളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്നും നമ്മൾ പരിശോധിക്കും. അത് കഴിഞ്ഞ് ലോകമെമ്പാടും സന്തോഷം എങ്ങനെയാണ് അളക്കുന്നതെന്നും അവസാനം വികസനത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട സമയമായോ എന്നും നമ്മൾക്കൊരുമിച്ച് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. പുരോഗതിയും സന്തോഷവും. ചരിത്രം നോക്കിയാൽ വികസനം എന്ന വാക്കിനെന്തായിരുന്നു അർത്ഥം? നമുക്കൊന്ന് നോക്കാം. ഒരുപാട് കാലത്തേക്ക് വികസനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ ലളിതമായിരുന്നു. നല്ല റോഡുകൾ, കൂടുതൽ വരുമാനം, നല്ല സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ എല്ലാം ശ്രദ്ധ. പക്ഷേ അവിടെയാണ് ഒരു വലിയ പ്രശ്നം ഒളിഞ്ഞിരുന്നത്. ശരിയാണ്, ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് സന്തോഷം തരും. പക്ഷേ സന്തോഷത്തിന് പണം കൊണ്ട് മാത്രം കിട്ടാത്ത വേറൊരു വശം കൂടിയുണ്ടല്ലോ, അല്ലേ? നമ്മുടെ ധാർമ്മികത, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആത്മീയമായ മൂല്യങ്ങൾ, ഇതൊക്കെ എവിടെ പോയി? ഈ പഴയ വികസന സങ്കല്പം ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ ലോകം മുഴുവൻ ഒരു വഴിക്ക് പോകുമ്പോഴാണ് ഒരു ബദലാശയം വരുന്നത്. അതും എവിടെ നിന്നാണെന്നോ? ഹിമാലയൻ മലനിരകളിലെ ഒരു കൊച്ചു രാജ്യം. അവർ വിജയത്തിന് പുതിയൊരു നിർവചനം നൽകാൻ ധൈര്യം കാണിച്ചു. ലോകം മുഴുവൻ ഭൗതികമായ പുരോഗതിക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഈ കൊച്ചു ഹിമാലയൻ രാജ്യം തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ സംസാരിക്കുന്നത് ഭൂട്ടാനെക്കുറിച്ചാണ്. അവർ മുന്നോട്ടുവെച്ച ആ ആശയം ലോകത്തെ തന്നെ ഞെട്ടിച്ചു. മൊത്ത ദേശീയ സന്തോഷം, അഥവാ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, GNH. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കാൻ പണം മാത്രം നോക്കിയാൽ പോരാ, അവിടുത്തെ ജനങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ സന്തോഷവും ഒരുപോലെ നോക്കണം എന്ന തത്വശാസ്ത്രം. അപ്പോ ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല കേട്ടോ. 1972 തന്നെ ഭൂട്ടാൻ GNH ഔദ്യോഗികമായിട്ട് അവരുടെ നയമാക്കി. പിന്നീട് 1984 തൊട്ട് 98 വരെയുള്ള കാലഘട്ടത്തിൽ ഈയൊരു മോഡൽ വെച്ച് അവർ നേടിയെടുത്ത പുരോഗതി അവിശ്വസനീയമായിരുന്നു. പതിയെ പതിയെ ലോകവും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2004 UN പോലും സാംസ്കാരിക സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഭൂട്ടാന്റെ ചിന്തകൾ ലോകത്തെ സ്വാധീനിച്ചു തുടങ്ങി. അപ്പോ എന്താണ് ഈ GNHന്റെ അടിത്തറ?
ഭൂട്ടാൻ എങ്ങനെയാണ് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അളക്കുന്നത്? നമുക്കതിന്റെ 4 നെടുന്തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് GNHന്റെ 4 തൂണുകൾ. ഒന്നാമത്തേത് ഉയർന്ന പ്രതിശീർഷ വരുമാനം. അതെ, പണം പ്രധാനം തന്നെയാണ്. രണ്ടാമത്തേത് നല്ല ഭരണം. 3 പരിസ്ഥിതി സംരക്ഷണം. ഇനി നാലാമത്തേത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് സാംസ്കാരിക ഉന്നമനം. അതായത് നമ്മുടെ ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, പണം ഇതിൽ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് വല്ല കാര്യവുമുണ്ടായോ? ഉണ്ടായി, തീർച്ചയായും ഉണ്ടായി. GNH നടപ്പിലാക്കിയ ശേഷം 1984നും 1998നും ഇടയിൽ ഭൂട്ടാനിലെ ആളുകളുടെ ശരാശരി ആയുസ് എത്ര കൂടിയെന്നറിയാമോ? 19 വർഷം. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു തലമുറയുടെ ജീവിതത്തിൽ വന്ന അവിശ്വസനീയമായ ഒരു മാറ്റമാണിത്. അതുമാത്രമല്ല, അതേ കാലയളവിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം 72%. സാക്ഷരതയോ അത് വെറും 17% നിന്ന് 47.5% കുതിച്ചുയർന്നു. അപ്പോ ഇത് വെറുമൊരു ഫിലോസഫി മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സമീപനമായിരുന്നു. ശരി, ഇനി നമുക്ക് ഭൂട്ടാന്റെ ഈ മോഡലും ലോകം പൊതുവെ പിന്തുടരുന്ന രീതികളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. കാരണം ഇവിടെ കാഴ്ചപ്പാടുകളിൽ നല്ല വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് 2 മോഡലുകൾ കാണാം. ഒന്ന്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് HDI. അത് പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്: വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യം. പക്ഷെ നല്ല ഭരണം, പരിസ്ഥിതി, സംസ്കാരം ഇതിനെക്കുറിച്ചൊന്നും HDI കാര്യമായി ഒന്നും പറയുന്നില്ല. ഇനി മറ്റേ വശത്തേക്ക് നോക്കൂ, GNH. അത് വരുമാനവും ആരോഗ്യവുമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം നല്ല ഭരണം, പരിസ്ഥിതി സംരക്ഷണം, പിന്നെ സാംസ്കാരികവും ആത്മീയവുമായ മൂല്യങ്ങൾ, ഇതിനെയൊക്കെ അടിസ്ഥാന ഘടകങ്ങളായി തന്നെ കാണുന്നു. ആ വ്യത്യാസം വളരെ വലുതാണ്, അല്ലേ? അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്: GNH ധാർമ്മികവും ആത്മീയവുമായ കാര്യങ്ങളെ വികസനം എന്ന ആശയത്തിന്റെ ഭാഗമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. ഇത് വെറും പടത്തിന്റെയും കണക്കുകളുടെയും അപ്പുറത്തേക്ക് പോകുന്ന ഒരു സമീപനമാണ്. ഇനിയിപ്പോ ഇന്നത്തെ കാലത്തേക്ക് വരാം. ഇന്ന് ലോകം മുഴുവൻ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഭൂട്ടാൻ വർഷങ്ങൾക്ക് മുൻപ് ചിന്തിച്ചതുപോലുള്ള ആശയങ്ങൾ ലോകമെമ്പാടും ഇപ്പോൾ ചർച്ചയാവുന്നത് നമുക്ക് കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. ഓരോ വർഷവും ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഈ ചർച്ചകൾക്ക് പുതിയൊരു ഊർജ്ജം കിട്ടും. ഇത് ശരിക്കും വെറും സാമ്പത്തിക കണക്കുകൾക്കപ്പുറം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കാനുള്ള ഒരു ആധുനിക ശ്രമം തന്നെയാണ്. അപ്പോ ഈ റിപ്പോർട്ട് സന്തോഷം അളക്കാൻ ഉപയോഗിക്കുന്ന 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ആളോഹരി വരുമാനം അഥവാ GDP. പിന്നെ നമുക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ ആളുണ്ടോ എന്ന് സോഷ്യൽ സപ്പോർട്ട്. ആരോഗ്യത്തോടെ എത്ര കാലം ജീവിക്കാം എന്നത്. സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അഥവാ ഔദാര്യം. പിന്നെ രാജ്യത്ത് അഴിമതിയുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. ഈ 6 കാര്യങ്ങളാണ് അവർ പ്രധാനമായും നോക്കുന്നത്. അപ്പോ ഈ അളവുകോലുകൾ വെച്ച് നോക്കുമ്പോൾ ആരാണ് മുന്നിൽ? 2020 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ് ഈ രാജ്യങ്ങളൊക്കെയാണ്. ഇത് കാണിക്കുന്നത് ഒരു രാജ്യത്ത് സന്തോഷമെന്ന ആശയം വെറുമൊരു സങ്കല്പമല്ല, അത് അളക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലേ? വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ പഴയ കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. സത്യം പറഞ്ഞാൽ ലോകം ഇന്ന് ഒരു തരം ആത്മപരിശോധനയിലാണ്. നമ്മൾ പുരോഗതി എന്ന് വിളിക്കുന്നതിന് ശരിക്കും ഒരു മാറ്റം വേണോ? ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം കൂടുതൽ സമഗ്രമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകം മാറുന്നതിന്റെ ഒരു സൂചനയാണ്. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വെറും സാമ്പത്തിക വളർച്ചയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യരുടെ സന്തോഷത്തിന് മുൻഗണന നൽകാൻ ഈ ലോകം തയ്യാറാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും കരുതുന്നത് കൂടുതൽ പണം കയ്യിൽ വന്നാൽ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതായി തീരുമെന്നാണ്, അല്ലേ? എന്നാൽ സത്യത്തിൽ അങ്ങനെയാണോ? സാമ്പത്തിക വളർച്ച യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ടോ? വളരെ കൗതുകകരമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്.
ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോകത്തിലെ കോടിക്കണക്കിന് ദരിദ്രരായ ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ചേഞ്ചറാണ്. വിശപ്പിൽ നിന്ന് ഭക്ഷണത്തിലേക്കും അസുഖങ്ങളിൽ നിന്ന് ആരോഗ്യത്തിലേക്കുമുള്ള ഒരു മാറ്റമാണത്. അപ്പോൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറുമ്പോൾ സ്വാഭാവികമായും അവരുടെ സന്തോഷവും സംതൃപ്തിയും കൂടും. അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഒരു രാജ്യം ഓൾറെഡി സമ്പന്നമാണെങ്കിലോ, അതായത് അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞൊരു സമൂഹത്തിൽ വീണ്ടും കൂടുതൽ പണം വന്നാൽ കൂടുതൽ സന്തോഷം കിട്ടുന്നോ? അതോ നമ്മൾ ഈ വിചാരിക്കുന്നതിലും എത്രയോ സങ്കീർണമാണോ ഈ പണവും സന്തോഷവും തമ്മിലുള്ള ബന്ധം? ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് സാമ്പത്തിക വിദഗ്ധരെയും മനഃശാസ്ത്രജ്ഞരെയും ഒരുപോലെ തലപുകയ്ക്കുന്ന ഒരു കാര്യമാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, സമ്പത്തും സന്തോഷവും എപ്പോഴും കൈകോർത്തു പോകുമെന്ന നമ്മുടെയൊക്കെ ഒരു ബേസിക് ധാരണയുണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത്. അതെ, ഈയൊരു പ്രഹേളികയ്ക്ക് ഒരു പേരുണ്ട്: ഈസ്റ്റർലിൻ വിരോധാഭാസം. റിച്ചാർഡ് ഈസ്റ്റർലിൻ എന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോ എന്താണ് ഈ വിരോധാഭാസം? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നോക്കൂ, ഈ ഗ്രാഫ് നമ്മളോട് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കഥയാണ്. 1960 മുതൽ ഇന്ന് വരെ അമേരിക്കയിലെ ഒരാളുടെ ശരാശരി വരുമാനം ഏകദേശം 3 ഇരട്ടിയായിട്ട് കൂടി. അതായത് രാജ്യം സാമ്പത്തികമായി ഭയങ്കരമായി വളർന്നു. പക്ഷേ അതേസമയം അവിടുത്തെ ആളുകളുടെ സന്തോഷത്തിന്റെ അളവ് നോക്കിയേ, ഒരു മാറ്റവുമില്ല, ഫ്ലാറ്റായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയധികം സമ്പത്ത് വന്നിട്ടും സന്തോഷം മാത്രം എവിടെയോ സ്റ്റക്കായിപ്പോയി. എന്താണിതിന് കാരണം? അപ്പോ എന്തായിരിക്കും ഈ വിരോധാഭാസത്തിന് പിന്നിലെ കാരണം? ഇതിനൊരുത്തരം കിട്ടണമെങ്കിൽ നമ്മൾ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ഒന്ന് താരതമ്യം ചെയ്യണം. ഒന്ന് പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്, 2 ആധുനിക മനഃശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം നമ്മളെ കാണുന്നത് ഒരു ഹോമോ ഇക്കണോമിക്സ് ആയിട്ടാണ്, അതായത് സാമ്പത്തിക മനുഷ്യൻ. ഈ സിദ്ധാന്തമനുസരിച്ച് നമ്മളൊക്കെ എപ്പോഴും ഭയങ്കര യുക്തിപരമായി ചിന്തിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഏറ്റവും കൂടുതൽ സന്തോഷം നേടാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പണം വന്നാൽ ഉറപ്പായും കൂടുതൽ സന്തോഷം കിട്ടണമല്ലോ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടപോലെ യാഥാർത്ഥ്യം അതല്ല. ഇവിടെയാണ് ശരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഈ യുക്തിയുള്ള സ്വാർത്ഥനായ മനുഷ്യൻ എന്ന സങ്കല്പത്തിന് നേരെ വിപരീതമാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അവർ പറയുന്നത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും വികാരങ്ങൾ വെച്ചിട്ടാണ്, മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്തിട്ടാണ്, നമ്മുടെ ചിന്തകളിൽ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഈസ്റ്റർലിൻ വിരോധാഭാസത്തിന്റെ ചുരുളഴിയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് പണം സന്തോഷം തരാത്തത്? മനഃശാസ്ത്രജ്ഞർ ഇതിന് 4 പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് സാമൂഹിക താരതമ്യം. നമ്മുടെ അയൽക്കാരൻ ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾ നമ്മുടെ പഴയ കാറിനൊരു വിലയില്ലാത്ത പോലെ തോന്നും, അല്ലേ? രണ്ടാമത്തത് പൊരുത്തപ്പെടൽ. അതായത് നമ്മൾ പെട്ടെന്ന് സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരും. ശമ്പളം കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രില്ലുണ്ടല്ലോ, അത് കുറച്ചു മാസങ്ങൾ കഴിയുമ്പോഴേക്കും പോകും. അതങ്ങ് പുതിയ നോർമലാകും. മൂന്നാമത്തെ കാരണം അസമത്വം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഭൂരിഭാഗവും മുകളിലുള്ള കുറച്ചു പേർക്കാണ് കിട്ടുന്നത്. നാലാമത്തത് സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ച. നമ്മൾ പണത്തിനു പിന്നാലെ ഓടുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി സമയം കണ്ടെത്താൻ മറന്നുപോകുന്നു. ഇതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ നല്ല വിശന്നിരിക്കുമ്പോൾ ഒരു പിസ്സ കഴിക്കുകയാണെന്ന് വെക്കുക. ആദ്യത്തെ കഷ്ണം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ ലെവലായിരിക്കും. പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഷ്ണം അത്ര സന്തോഷം തരുവോ? ഇല്ല. ഒരു 10ാമത്തെ കഷ്ണം ആവുമ്പോഴേക്കും നമുക്ക് മടുക്കും. പണത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഒരു പാവപ്പെട്ടവന് കിട്ടുന്ന 1000 രൂപ ഒരു കോടീശ്വരന് കിട്ടുന്ന 1000 രൂപയേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷം കൊടുക്കും. അപ്പോ മനുഷ്യന്റെ മനസ്സിന്റെ ഈ ഒരു സ്വഭാവത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അവസാനമില്ലാത്ത സാമ്പത്തിക വളർച്ചയ്ക്കു വേണ്ടി മാത്രം ഓടുമ്പോൾ ഒരു സമൂഹത്തിന് എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന സമൃദ്ധിയുടെ കെണികൾ. ഈ കാണുന്ന സംഖ്യ നോക്കൂ, $500 ബില്യൺ. ഇതാണ് ലോകത്തിലെ പരസ്യവിപണിയുടെ വലിപ്പം. എന്തിനാണ് ഇത്രയും പണം ചെലവഴിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള മതി എന്ന ആ ഒരു തോന്നലിനെ ഇല്ലാതാക്കാൻ. എന്നിട്ട് എപ്പോഴും ഇനിയും വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭീമാകാരമായ യന്ത്രമാണിത്. ഈ പരസ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സംതൃപ്തിയെ ഇല്ലാതാക്കുന്നത്? പ്രധാനമായും 3 വഴികളിലൂടെയാണ്. 1. നമുക്ക് ശരിക്കുമില്ലാത്ത പുതിയ ആവശ്യങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കും. 2.
നമ്മുടെ ഉള്ളിലെ പേടികളെയും അരക്ഷിതാവസ്ഥകളെയും മുതലെടുത്തിട്ട് ആ ആവശ്യം വളരെ വലുതാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കും. അവസാനം ഒരു പ്രത്യേക ഉൽപ്പന്നം വാങ്ങിയാൽ സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസ് കിട്ടും എന്നൊരു തോന്നലുണ്ടാക്കി നമ്മളെക്കൊണ്ടത് വാങ്ങിപ്പിക്കും. തുടർച്ചയായി ഇങ്ങനെ ഉപഭോഗത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നൊരു സംസ്കാരത്തിന്റെ ഫലമെന്താണ്? അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും കാണാം. അമിതവണ്ണം, പ്രമേഹം, ഷോപ്പിംഗ് ആസക്തി, ചൂതാട്ടം, പിന്നെ ഉത്കണ്ഠ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ, സാമൂഹികമായി ഒറ്റപ്പെടുന്നത്. ഇവയെല്ലാം സാമ്പത്തിക വികസനത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. ഇതിനെ വികസനത്തിന്റെ രോഗങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഇതിനൊരു ബദൽ മാർഗമുണ്ടോ? ഒരു പുതിയ വഴി സാധ്യമാണോ? നമുക്ക് നോക്കാം. കൂടുതൽ കൂടുതൽ എന്ന ഈ ആധുനിക മന്ത്രത്തിന് പകരം നമുക്ക് പഴയ കാലത്തെ ജ്ഞാനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ബുദ്ധനും അരിസ്റ്റോട്ടിലുമൊക്കെ ഒരേ കാര്യമാണ് പറഞ്ഞത്: ഒരു മധ്യപാത സ്വീകരിക്കുക. അതായത് എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസവും വേണ്ട, ഭൗതിക വസ്തുക്കളോടുള്ള അടങ്ങാത്ത ആർത്തിയും വേണ്ട. ഇവ രണ്ടിനുമിടയിലുള്ള ഒരു സന്തുലിതാവസ്ഥയിലാണ് യഥാർത്ഥ സന്തോഷമിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്ന്, പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ച അത്യാവശ്യമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ രണ്ട്, ഒരു പരിധി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സമ്പന്ന രാജ്യങ്ങളിൽ, കൂടുതൽ പണം കൂടുതൽ സന്തോഷം തരുന്നില്ല. നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് ബാങ്കിലെ പണമല്ല, മറിച്ച് നമ്മുടെ ചിന്താരീതികളും മറ്റുള്ളവരുമായുള്ള താരതമ്യവും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുമാണ്. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യം സമ്പത്ത് മാത്രമല്ല, സംതൃപ്തിയുള്ളൊരു ജീവിതമാണ്. ഇതെല്ലാം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എപ്പോഴും GDP കൂട്ടുക എന്നത് മാത്രമായിരിക്കണോ? അതോ നമ്മുടെ ആളുകളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, നല്ല സാമൂഹിക ബന്ധങ്ങൾ, പ്രകൃതിയുടെ സംരക്ഷണം, ഇതിനൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനത്തിനും ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത, എന്നാൽ അതിശക്തമായ ഈയൊരു ലോകത്തേക്കാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമാണല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. നാളത്തേക്ക് കുറച്ച് പണം മിച്ചം വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗിലൊരു ഓഫർ വരുമ്പോഴോ അതങ്ങ് കൈവിട്ടു പോകും. യുക്തിക്ക് നിരക്കാത്തതെന്ന് തോന്നുന്ന നമ്മുടെ ഈ ചെറിയ തീരുമാനങ്ങൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? അതെ, ഒരുപക്ഷെ ആ രഹസ്യം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. വ്യക്തിപരമായ വളരെ ചെറിയ തീരുമാനങ്ങളും ഒരു രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക ചിത്രവും തമ്മിലുള്ള ഈ അദൃശ്യമായ ബന്ധമില്ലേ? നമുക്കിന്ന് അതൊന്നു ചുരുളഴിച്ചു നോക്കാം. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം, അതായത് ട്രഡീഷണൽ ഇക്കണോമിക്സ്, കെട്ടിപ്പൊക്കിയത് ഒരൊറ്റ ആശയത്തിന് മുകളിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ എപ്പോഴും യുക്തിയോടെ സ്വന്തം ലാഭം മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കുമെന്നതായിരുന്നു അത്. പക്ഷേ ഒന്ന് സത്യസന്ധമായി പറഞ്ഞേ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പതിറ്റാണ്ടുകളോളം സാമ്പത്തിക വിദഗ്ധർ വിശ്വസിച്ചിരുന്നത് ഹോമോ എക്കണോമിക്സ് എന്നൊരു സാങ്കല്പിക മനുഷ്യനിലാണ്. അതായത് വികാരങ്ങളൊന്നുമില്ലാതെ ഒരു കമ്പ്യൂട്ടർ പോലെ കണക്കുകൂട്ടി മാത്രം തീരുമാനമെടുക്കുന്ന ഒരാൾ. എന്നാൽ ബിഹേവിയറൽ ഇക്കണോമിക്സ് നമ്മളോട് പറയുന്നു, ഹേ, നമ്മൾ റോബോട്ടുകളല്ല, നമ്മൾ വികാരങ്ങളും സാമൂഹിക സമ്മർദ്ദങ്ങളും മുൻവിധികളും ഒക്കെയുള്ള യഥാർത്ഥ മനുഷ്യരാണ്. ഇതാണ് ബിഹേവിയറൽ ഇക്കണോമിക്സിന്റെ ആണിക്കല്ല്. നമ്മൾ മറ്റുള്ളവരെ കണ്ടാണ് പലതും പഠിക്കുന്നത്, ചെയ്യുന്നത്. ഒരു സമൂഹത്തിന്റെ ഭാഗമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങൾ, ഈ സാമൂഹിക ബന്ധങ്ങൾ, ഇവയെല്ലാം വളരെ ശക്തമായ സാമ്പത്തിക ശക്തികളാണ്. അപ്പോ ഇതൊക്കെ വെറും തിയറി മാത്രമാണോ? അല്ലേയല്ല. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും സാമ്പത്തിക ഫലങ്ങളെ എങ്ങനെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്നതിന് ഇന്ത്യയിൽ നടന്ന ഒരു പഠനം വളരെ വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പരീക്ഷണം എന്തായിരുന്നു എന്ന് നോക്കാം. വളരെ ലളിതമായ ഒരു സെറ്റപ്പാണ്. കുറച്ച് കുട്ടികൾ, അവർക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് പസിലുകൾ. ഒറ്റ നോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫലം നമ്മുടെ പല ധാരണകളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. പരീക്ഷണത്തിലെ ആ ഒരൊറ്റ മാറ്റം കണ്ടോ? മറ്റൊന്നും മാറിയില്ല. അതേ കുട്ടികൾ, അതേ പസിലുകൾ. ആകെയുണ്ടായ വ്യത്യാസം രണ്ടാമത്തെ തവണ അവരുടെ സാമൂഹിക അടയാളം, അതായത് ജാതി, പരസ്യമായി പ്രഖ്യാപിച്ചു എന്നത് മാത്രം. ഒരൊറ്റ വാക്ക്, അതെന്തു മാറ്റമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ പ്രകടനം 23% കുറഞ്ഞു. ഇത് അവരുടെ കഴിവിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടായിരുന്നില്ല,
മറിച്ച് സമൂഹത്തിലുള്ള ഒരു മുൻവിധി അവരുടെ മനസ്സിനെ ബാധിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. ആ ഒരൊറ്റ വാക്ക് അവരുടെ ആത്മവിശ്വാസത്തെ തളർത്തിക്കളഞ്ഞു. ലോകബാങ്ക് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഇതൊരു വിഷമവൃത്തം പോലെയാണ്. അതായത്, ഒരു മുൻവിധി ആളുകളുടെ പ്രകടനത്തെ മോശമായി ബാധിക്കുന്നു. ഈ മോശം പ്രകടനം കാണുമ്പോൾ ആ മുൻവിധി ശരിയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇങ്ങനെയാണ് സാമൂഹിക മനഃശാസ്ത്രം സാമ്പത്തിക അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വാക്കിന് ഒരു കുട്ടിയുടെ പ്രകടനത്തെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാമൂഹിക നിയമങ്ങളും സാഹചര്യങ്ങളും ഒരു സമ്പദ്വ്യവസ്ഥയെ തന്നെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്തുന്നുണ്ടാവുക? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതിനെ ബ്രോക്കൺ വിൻഡോസ് തിയറി എന്നാണ് പറയുന്നത്. ആശയം വളരെ ലളിതമാണ്. ഒരു കെട്ടിടത്തിലെ ഒരു ജനൽ ചില്ല് പൊട്ടിക്കിടക്കുന്നു. ആരും അത് നന്നാക്കുന്നില്ല. വൈകാതെ തന്നെ ബാക്കിയുള്ള ജനലുകളും ആളുകൾ എറിഞ്ഞു പൊട്ടിക്കാൻ തുടങ്ങും. അതായത്, ചെറിയ അച്ചടക്കലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുമെന്നൊരു സൂചന നൽകുന്നു. ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ന്യൂയോർക്ക് നഗരം ചുമരിലെഴുത്തുകൾ മായ്ച്ചു തുടങ്ങിയപ്പോൾ വലിയ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. നമ്മുടെ ഡൽഹി മെട്രോയിൽ കയറുമ്പോൾ നമ്മൾ കൂടുതൽ അച്ചടക്കത്തോടെ പെരുമാറുന്നു, അല്ലേ? കാരണം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരു വൃത്തിയുള്ള പരിസരം നമ്മളോട് പറയുന്നു, ഇവിടെ നിയമങ്ങൾ പാലിക്കണം, ഇവിടെ സത്യസന്ധത വേണം എന്ന്. ഈ സിമന്റ് എന്ന വാക്ക് ശ്രദ്ധിക്കൂ. എത്ര ശരിയാണ്. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം അധികം വിലകൽപ്പിക്കാതിരുന്ന ഈ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ. കാരണം വിശ്വാസമില്ലെങ്കിൽ ഒരു ബിസിനസ്സും നടക്കില്ല, ഒരു വിപണിക്കും നിലനിൽക്കാൻ കഴിയില്ല. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ്, സാമൂഹിക നിയമങ്ങൾ പ്രധാനമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ അറിവുകൊണ്ട് സർക്കാരുകൾക്കോ നമുക്കോ എന്തു പ്രയോജനം? എങ്ങനെയാണ് ഈ അറിവ് ഉപയോഗിച്ച് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക? അവിടെയാണ് നഡ്ജ് എന്ന ആശയം വരുന്നത്. നഡ്ജ് എന്ന് പറഞ്ഞാൽ ആരെയും ഒന്നിനും നിർബന്ധിക്കുകയല്ല, മറിച്ച് ശരിയായ തിരഞ്ഞെടുപ്പ് നടത്താൻ കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുക്കുകയാണ്. ഉദാഹരണത്തിന്, സൂപ്പർമാർക്കറ്റിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ വെക്കുന്നത് ഒരു നഡ്ജാണ്. ആരും നമ്മളെ അത് വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ അത് തിരഞ്ഞെടുക്കാൻ ഒരു പ്രോത്സാഹനം നൽകുന്നു. അപ്പോ ഒരു നല്ല നഡ്ജ് എങ്ങനെ ഡിസൈൻ ചെയ്യാം? 3 ലളിതമായ വഴികളുണ്ട്. 1. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുക. 2. ഏറ്റവും നല്ല ഓപ്ഷൻ ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷനാക്കി മാറ്റുക. കാരണം മിക്കവാറും ആളുകൾ എളുപ്പവഴി തിരഞ്ഞെടുക്കും. 3. ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ നൽകുക. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഗിവ് ഇറ്റ് അപ്പ് ക്യാമ്പയിൻ ഓർമ്മയില്ലേ? LPG സബ്സിഡി ഉപേക്ഷിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. പകരം സബ്സിഡി ഉപേക്ഷിക്കുന്നത് ഒരു വലിയ സാമൂഹിക സേവനമാണെന്ന ഒരു ബോധം സൃഷ്ടിച്ചു. അതൊരു ശക്തമായ സാമൂഹിക നഡ്ജായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വമേധയാ മുന്നോട്ടു വന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കേണ്ട പ്രധാന പാഠമെന്താണ്? സാമ്പത്തിക ശാസ്ത്രം എന്നു പറയുന്നത് കേവലം അക്കങ്ങളുടെയും ഗ്രാഫുകളുടെയും ഒരു ലോകമല്ല. അത് മനുഷ്യന്റെ പെരുമാറ്റത്തെയും അവന്റെ പ്രതീക്ഷകളെയും ഭയങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനം കൂടിയാണ്. ഇതിലെ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാമൂഹിക നിയമങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും പാറയിൽ കൊത്തിവെച്ചവയല്ല. അവയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. സത്യസന്ധത, വിശ്വാസം, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ ഒരു സമൂഹത്തിൽ ബോധപൂർവം വളർത്തിയെടുക്കാൻ സാധിക്കും. ഈ വാക്കുകൾ നമ്മൾ ചർച്ച ചെയ്ത എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്നു. അതെ, വ്യക്തിപരമായ നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമാണ്. പക്ഷേ അതിനൊപ്പം സത്യസന്ധതയും പരസ്പര വിശ്വാസവുമില്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് ഒരു അടിത്തറയുണ്ടാവില്ല. അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. അപ്പോ ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തർക്കുമായി ഞാൻ വിട്ടുതരികയാണ്. ഈ അറിവ് വെച്ച് ഇനി നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ ഒരു ചെറിയ നഡ്ജുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിക്കിടക്കുന്ന ഒരു ജനൽച്ചില്ല് നന്നാക്കുന്നത് വഴി എന്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? ഒന്നാലോചിച്ചു നോക്കൂ.